സമരം കഴിഞ്ഞ ഒരു മാസമായി അടിമാലി പഞ്ചായത്തിലെ 19, 20, 21 വാർഡുകളിൽ ഒറ്റക്കൊമ്പൻ എന്ന കാട്ടാന ഭീതി വിലക്കുകയാണ്. കഴിഞ്ഞ ദിവസം പ്രശാന്ത് എന്ന പ്രദേശവാസി തലനാരിഴയ്ക്കാണ് ആനയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഇതിനെ തുടർന്നാണ് പ്രദേശവാസികൾ പ്രത്യക്ഷ സമരം ആരംഭിച്ചിരിക്കുന്നത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ വാളറയ്ക്ക് സമീപം റോഡ് ഉപരോധിച്ചു. സൂചന എന്ന നിലയിൽ 10 മിനിറ്റോളമാണ് ഉപരോധ സമരം നടത്തിയത്. പണി കഴിഞ്ഞ് വരുമ്പോഴാണ് എനിക്ക് ഈ ആക്രമണം ഉണ്ടായത്. എൻ്റെ കൂടെ ഒരാളും കൂടി ഉണ്ടായിരുന്നുകൊണ്ടാണ് അന്ന് എനിക്ക് ജീവൻ തന്നെ രക്ഷിക്കാൻ പറ്റിയത്. അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് കയറി ചെല്ലുമായിരുന്നു. ഞാൻ ഇവിടുന്ന് കയറി ചെല്ലുമ്പോൾ തന്നെ റോഡ് സൈഡിലായിരുന്നു ആന ഉണ്ടായിരുന്നത്. ചിഹ്നം വിളിച്ചുകൊണ്ട് പെട്ടെന്ന് ആന അടുത്തേക്ക് വരുമായിരുന്നു. കാലിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്. മുട്ട് മടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോൾ. കുളമാങ്കുഴി, കാഞ്ഞിരവേലി, വാളറ എന്നീ പ്രദേശങ്ങളിലാണ് ആന കൂടുതൽ നാശം വിതച്ചിരിക്കുന്നത്. കൃഷിനാശം എന്നതിനുപരി പകൽ സമയങ്ങളിൽ പോലും കാട്ടാന ജനവാസ മേഖലയിൽ ഇറങ്ങുകയാണ്. ആനയെ ഭയന്ന് പ്രദേശത്തു നിന്ന് വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോകാൻ പോലും കഴിയുന്നില്ല. ഇവിടുത്തെ ആദിവാസി കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയിട്ട് ഇപ്പോൾ തന്നെ അനേക കുഞ്ഞുങ്ങൾ മാസങ്ങളായിട്ടുണ്ട്. അവരും ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ നിന്ന് താറുമാറായി കിടക്കുകയാണ്. അനേകർ ഉറക്കമളച്ച് കെട്ടിടങ്ങളുടെ മുകളിലും മരക്കൊമ്പുകളിലും ഒക്കെ അന്തി ഉറങ്ങുന്ന ഒരവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. ആയതുകൊണ്ട് സത്വരമായ നടപടികൾ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ സമരത്തിന്റെ 2ാം ഘട്ടമായിട്ട് DFO ഓഫീസ് ഉപരോധം ഉൾപ്പെടെ മുന്നോട്ട് പോകുന്നതാണ്. കാഞ്ഞിരവേലി മുതൽ കുളമാങ്കുഴി വരെ 6 കിലോമീറ്റർ നീളത്തിൽ ഫെൻസിംഗ് സ്ഥാപിച്ചാൽ കാട്ടാന ആക്രമണം തടയാൻ കഴിയും. പക്ഷേ ഇതിന് വനംവകുപ്പ് തയ്യാറാകുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ആദ്യമൊക്കെ ഇവൻ വലിയ കുഴപ്പമില്ലായിരുന്നു. ഇപ്പം ആക്രമണ സ്വഭാവമായി. കഴിഞ്ഞ ദിവസം ഇവൻ ഇങ്ങനെ കുട കൂട്ടിയിട്ട് പിടിച്ചു. ഒരു കുടയിലെ പിടുത്തം കിട്ടി. അത് കാരണം 2 പേർ രക്ഷപ്പെട്ടു. കഴിഞ്ഞ ദിവസം ഒരാൾ ഓടി, അയാളെ കാലും കൈയും മുട്ടൊക്കെ ഒടിഞ്ഞു. പ്രശ്നപരിഹാരം ഉണ്ടായില്ലെങ്കിൽ DFO ഓഫീസ് ഉപരോധമടക്കമുള്ള സമരങ്ങളിലേക്ക് കടക്കുമെന്ന് പ്രദേശവാസികൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.